വളരെ വെളിച്ചമുള്ള ആത്മസമർപ്പണം ചെയ്യുന്ന ഗുരുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യ സമൂഹം ഉണ്ടായി വരണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ പറഞ്ഞ സ്ഥാപനങ്ങളും ഇതെല്ലാം നന്നായി പോകും. അപ്പോൾ ഇത് ആരുടെയെങ്കിലും ഒരു വ്യക്തികളുടെ കുറ്റമല്ല, നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു കുറ്റമാണെന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് ഇവിടെ ഗുരു തലമുറകളായിട്ട് വളർത്തിയെടുക്കാനാണ് ഗുരു പരിശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കുറ്റം പറയുന്ന വ്യക്തികൾ, ഈ പരാതി പറയുന്ന വ്യക്തികളെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി അവർ 4 പേര് ചേർന്ന് ഒക്കെ പ്രവർത്തിച്ചൊക്കെ തുടങ്ങി. പക്ഷേ അവരുടെ ആ സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. ഒന്നൊന്നുള്ള ഒരു സ്നേഹമോ ഐക്യമോ ഒന്നും വന്ന് അവർക്കത് നിലനിർത്താൻ കഴിയുന്നില്ല. ആ സംഘടനയിൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ആരോപിച്ച ഒരാളെ പുറത്താക്കി അദ്ദേഹം പിന്നെ മറ്റുള്ളവരെ സാമ്പത്തിക ക്രമക്കേടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം പല ന്യായീകരണങ്ങളൊക്കെ പറയുന്നു. പക്ഷേ അവർക്ക് പോലും ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെന്ന് അവരുടെ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് അവർ തെളിയിച്ചതാണ്. അതായത് മനുഷ്യർ 4 പേരുണ്ടെങ്കിൽ 4 അഭിപ്രായമാണ്. അപ്പോൾ അവിടെയാണ് ഗുരു പറഞ്ഞത്, എപ്പോഴും ഒരു ഗുരു ഉണ്ടല്ലോ, ഗുരു ഉണ്ടെങ്കിലല്ലേ ഇത് പറ്റൂ. അപ്പോൾ ആ 4 പേരെയും, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ആശ്രമ സ്വഭാവത്തിൽ ഈ 4 പേരും അല്ലെങ്കിൽ 400 പേരും 400 അഭിപ്രായം പറയാതെ ഇതിനെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഗുരു ഉണ്ടല്ലോ. ആ ഗുരു എന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ ആ ഐക്യത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ വന്നിട്ട് ആ ഗുരു എന്ന് പറയുന്ന വിഷയത്തെ മാറ്റാനാണ് അവർ സംസാരിക്കുന്നത്. എന്താണ്, അവർക്ക് തന്നെ ഒരു സംഘടനാ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു പോകാൻ കഴിയുന്നില്ല, ഒരു ഗുരു ഇല്ലാതെ പറ്റുന്നില്ല എന്നുള്ളത് അവർ തെളിയിച്ചതാണ്. പക്ഷേ അതേ വിഷയത്തിൽ തന്നെ ആ ഗുരുമാർഗത്തെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ ഗുരു എന്നുള്ളൊരു ഐക്യത്തിൽ ഒരുപാട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു പരിണാമം വരുമ്പോൾ അതിനെ തകർക്കാൻ പരിശ്രമിക്കുന്നു. അതിനുശേഷം മറ്റു മനുഷ്യരുടെ, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇതിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മറ്റ് മനുഷ്യ സ്വഭാവത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ശ്രദ്ധിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് എല്ലാം പരിവർത്തനപ്പെടുത്തി എടുക്കണമെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാം. മറ്റ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റു ബോധവികാസം വരാത്ത വ്യക്തികളെ സംബന്ധിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ ഇനി ഏത് സന്യാസിയായാലും ആരായാലും ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായിട്ട് മാറി നിന്നൊക്കെ പരിഹസിക്കുന്ന അവർ ആ ബോധവികാസത്തിൻ്റെ ഭാഗത്ത് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഒരു മറുവാദം ഉന്നയിക്കുന്നത്. അപ്പം ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഗുരു പറഞ്ഞതുപോലെ ഒരു 4 പേരെയൊക്കെ വെച്ച് ഭരിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ രീതിയിൽ പിന്നെ ഗുരുവിൻ്റെ ആശ്രമം ആ രീതിയിൽ നടത്തിയാൽ പോരെ, എന്തിനാണ് നിങ്ങൾ ഇത്രയും ഇരുന്ന് ന്യായീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ചോദിച്ചല്ലോ, ശ്രീയുടെ അടുത്ത് വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ശ്രീ ഒന്ന് വിശദീകരിക്കുമോ? ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഗുരു എന്തിനിങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകൾ